പാലത്തിന്റെ മുകളിലുള്ള പാലത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ടീ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഫോട്ടോ എടുക്കാനുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലത്തി വ്ലോഗിലേക്ക് സ്വാഗതം. കോയമ്പത്തൂർ ടൗണിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ളത് ചിലപ്പം ആരും അങ്ങനെ അറിയുണ്ടാവില്ല. നമ്മുടെ നാട്ടുകാരൊന്നും ഇട്ടാ അടിപൊളി സ്ഥലമാണ്. നല്ലൊരു കൂളായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ചൂടും അതേപോലെ തന്നെ പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. പക്ഷെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് മൊത്തം മാറിയിട്ടാ. ഇവിടെ കുറെ ആൾക്കാർ നടക്കാനൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ ആൾക്കാർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട്. നമ്മളെ കൊച്ചിയിലുള്ള എന്താ പറയുക, ഫോട്ടോ കൊച്ചിയിലുള്ള അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, അതേപോലെ തന്നെ നല്ല രസമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇത് എന്താ വെച്ചാൽ ഈ കോയമ്പത്തൂർ ടൗണിലുള്ള ആ ചൂടിനെ നല്ല ഇതുണ്ട്, ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോഴാണ്. ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടത്. അതിൻ്റെ മുന്നിൽ മേലിട്ടൊരു പാതയാണിത്. അത് അടിയിലേക്ക് കാണാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. കേട്ടോ, നല്ല ഭംഗിയല്ലേ. ഇവിടുന്ന് ഈ കച്ചറകളൊക്കെ താഴെ വീഴുകയും ചെയ്യും. സ്റ്റീലിൻ്റെ റാഡാണെന്നാണ് തോന്നുന്നത്. ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഫോട്ടോ എടുക്കാനുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ മരങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മളെ എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ. കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. ഈ സ്ഥലം വരുന്നത് കോയമ്പത്തൂർ ഉക്കടം എന്ന് പറഞ്ഞ ബൈപ്പാസിലാണ് കേട്ടോ. ചുങ്കം ഉക്കടം ബൈപ്പാസിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. 1 കിലോമീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 1 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നൈറ്റിലൊക്കെ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാന്ന് പറഞ്ഞത്. ഇത് ഇവിടെ ഉള്ള ലോക്കൽസ് ആണ്. പേരെന്തേന്? യുവരാജ് ബുഗൻ. ഓക്കെ, ഗുഗൻ. ഓക്കെ താങ്ക് യു. കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചൂടിലിടുന്നുണ്ട് കേട്ടോ. അത് ഈ മീൻ ഇവിടുന്ന് തന്നെ ഇവർ സെയിലും ചെയ്യുന്നുണ്ട്. 200 രൂപയാണ് കിലോക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അടിപൊളി തിലോപ്പിയൊക്കെയാണ് ഇവിടെ അധികം വരുന്നത്. നമ്മൾ ഓരോരോ ടീ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ടീ റെഡി ആയിട്ടുണ്ട്. ടീ അല്ല, இந்த ஊர்ல டீ. 24 പറഞ്ഞേ. 24 രൂപ രണ്ട് ടീ കിട്ടാം. ടീക്ക് 12 രൂപ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു അടിപൊളി ഒരു കായലൊക്കെ ഉണ്ട്. നല്ല വെള്ളമൊക്കെ ഉള്ള കേട്ടോ. ഈ ഒരു കായൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നതാണ്. അതിന്റെ നേരെ മുന്നിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ബോട്ട് സർവീസിൻ്റെ ഉള്ള വഴി കേട്ടോ. ഇങ്ങോട്ട് കയറാൻ പോകാനുള്ള വഴിയാണിത്. അത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഫാമിലിയും അതേപോലെ തന്നെ എന്താ പറയുക കപ്പിൾസൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു ടൈം ആയിട്ടാണെന്ന് തോന്നുന്നു. വല്ലാതെ തിരക്കൊന്നും കാണുന്നില്ല. ഇതിൽ 2 ആൾക്ക് കയറാൻ വേണ്ടിയിട്ട് 350 രൂപയാണ് ചാർജ് വരുന്നത്. അരമണിക്കൂറാണ് ഇതിൻ്റെ ടൈം വരുന്നത് കേട്ടോ. കേട്ടോ, 2 കൈ അവിടെ പിടി. 2 കൈയും പിടിച്ചിട്ട് തിരി. അടിപൊളി. അങ്ങനെ മൊത്തം തിരിയണ്ട. മൊത്തം തിരിഞ്ഞ് കഴിഞ്ഞാൽ പടിയാവും. പിന്നെ ഈ ഒരു സംഭവത്തിൽ കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നില്ലേ. കണ്ടെയ്നർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കായലിൻ്റെ എല്ലാ വ്യൂസും കാണാൻ പറ്റുന്ന ഇതിലാണ് സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾക്ക് കയറി പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കാഴ്ചകളും കാണും കേട്ടോ. ഇതിലിവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അവർ മരം കട്ട് ചെയ്തപ്പോൾ അത് ഉണങ്ങി പോയിട്ടുണ്ട്. ആ മരം കൂടി ഉണ്ട് എന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. കായൽ സൗന്ദര്യം ഇവിടെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്.
നല്ല ഭംഗിയില്ലേ. ഇത് നമ്മളെ ഫ്രണ്ട് ഫാസിലാണ്. ഫാസിലും ഞാനും കൂടിയാണ് കോയമ്പത്തൂർക്ക് വന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമ്മളൊരു പട്ടാമ്പി നേർച്ചൻ്റെ ഒരു വീഡിയോയിൽ ഫാസിലുണ്ട് അല്ലേ? ആ വീഡിയോയിൽ ഫാസിലുണ്ട്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനിപ്പോ എന്താ ഉള്ളത്, ഇവിടെ ഭയങ്കര രസാട്ടോ. പൊളിന്ന് വെച്ചാൽ വമ്പം പൊളിയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. പിള്ളേർക്കായാലും അതുപോലെ നമ്മുടെ കപ്പിൾസുകൾക്കായാലും ഭയങ്കര വ്യൂ ആണ്. വരുന്നവരെല്ലാരും എൻജോയ് ചെയ്യും ഇവിടെ. ഈ ഒരു സംഭവം ഫുള്ള് എന്താ പറയുക, മുളയിലും അതേപോലെ തന്നെ സ്റ്റീലിലും ആണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് രാത്രിയിലാണ് ലൈറ്റ് എല്ലാം ഓൺ ആക്കി ഇടാന്ന് പറഞ്ഞു. ഇപ്പോൾ ടൈം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിന്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിരുന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഇങ്ങനെ കുറേ കണ്ടെയ്നറിൻ്റെ ഇതുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിന്. അതേപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നല്ല അടിപൊളി സീനറി ആണ് കേട്ടോ, ഫുള്ള് പച്ചപ്പായിട്ട്. ഹായ് ബ്രോ. ഹായ്. ഹലോ. എന്നാ പേരെന്നാ? ഇമാം അലി. താങ്ക് യു. ബൈ. ഇപ്പോൾ കോയമ്പത്തൂർ ചുങ്കം പാലം എന്ന് പറഞ്ഞാൽ പാലത്തിന്റെ മുകളിലുള്ളത്. പാലത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടത്. നല്ല ഭംഗിയുള്ള കാണാൻ. ഇത് ശരിക്കും കോയമ്പത്തൂരാണെന്നുള്ളത് പറഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് ഇതിലാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പോലെ തന്നെയാണിത്. സ്മാർട്ട് സിറ്റിയിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഇനി നേരെ വേറൊരു സ്ഥലം കാണാൻ പോവുകയാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ അധികം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ് നമ്മളെല്ലാ ഇവിടെ നിന്നൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് നമ്മളതിൽ കയറുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ അതുകൊണ്ട് കുറേ നടക്കാനൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ ഇങ്ങനെ വാക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നവർക്ക് നല്ല ഒരു വൈബായിട്ട് തോന്നുന്നുണ്ടാവും. ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതായതുകൊണ്ട് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നില്ല.